നമസ്കാരം, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു മിടുക്കി കുട്ടിയുടെ അടുത്താണ്. അത് അലീന. അലീനയ്ക്ക് ഒത്തിരി പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. അലീന ഇപ്പോൾ ഒരു ബഹുമതിയൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുകയാണ്. അലീന, എന്തുകൊണ്ട് വിശേഷം? നമസ്കാരം. നമസ്കാരം. എന്തുവായിരുന്നു പരിപാടി? ഇങ്ങനെ ബോഡി ബിൽഡിങ്, വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെയൊക്കെ കൊണ്ടുപോകും. പ്ലസ് ടുവിന് പഠിക്കുകയാണ്. ബോഡി ബിൽഡിങ്ങും വെയിറ്റ് ലിഫ്റ്റിങ്ങും വേറെ വല്ലതും ഉണ്ടോ? കരോട്ട നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. കരോട്ട ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, വ്യത്യസ്തമായ ഒരാളാണെന്ന് പറഞ്ഞ് എത്ര കറക്റ്റാന്ന് നോക്ക്. ബോഡി ബിൽഡിംഗ് ഉണ്ട്, വെയിറ്റ് ലിഫ്റ്റിംഗ് ഉണ്ട്, കരാട്ട ഉണ്ട് അല്ലേ? മിസ് പത്തനംതിട്ടയുടെ വിന്നറാണ്. ഫസ്റ്റ് അല്ലേ? തിരുവല്ല വെച്ചായിരുന്നു നടന്ന ശനിയാഴ്ചയായിരുന്നു. ഈ ശനിയാഴ്ച. ഇത് എന്തെങ്കിലുമൊക്കെ കാറ്റഗറികളൊക്കെ ഉണ്ടോ? കാറ്റഗറി വുമൺ ഫിസിക്, വുമൺ ബോഡി ബിൽഡിങ്, പിന്നെ മെൻ ഫിസിക്, അങ്ങനെയൊക്കെ. കാറ്റഗറി ബോയ്സിനേ ഉള്ളൂ. ജിമ്മിന് എവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഓക്സോണിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എത്ര കൊല്ലം കൊണ്ട് ജിമ്മിലുണ്ടോ? ഒരു വർഷമായില്ല, ഒരു 8 മാസം ആയതൊക്കെ ഉള്ളൂ. അതിന് മുമ്പ് സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവ് ഒക്കെ ആയിരുന്നു. സ്പോർട്സിൽ എന്തൊക്കെയായിരുന്നു? റണ്ണിങ്ങും പിന്നെ ഷോർട്ട് പുട്ടും. ഷോർട്ട് പുട്ട് ഉണ്ടായിരുന്നു. ഷോർട്ട് പുട്ട് ഉണ്ടായിരുന്നു. അതിനൊക്കെ നമുക്ക് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സബ് ജില്ലയിൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബോഡി ബിൽഡിംഗിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. നേരത്തെ ഇതേപോലെ ഏതെങ്കിലും കോമ്പറ്റീഷനകത്ത്? ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ഫസ്റ്റ് ടൈം ആണ്. ഇതിന് മുമ്പ് ഏതെങ്കിലും? ഇതുവരെ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ചെയ്തതിൽ ഡിസ്ട്രിക്റ്റില് ഗോൾഡ് മെഡൽ ഹോൾഡർ ആണ്. എന്ത് കാരണത്താലാണ് മോള് ജിമ്മിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വന്നത്? ഞാൻ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ആവാനായിരുന്നു ജിമ്മിൽ പോയത്. ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു? ബോഡി ബിൽഡർ ആവണമെന്നുള്ളൊരു ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു? കോമ്പറ്റീഷൻ ഒക്കെ ഇറങ്ങണം, ചുമ്മാ എക്സ്പീരിയൻസിന് വന്നേലും ഇറങ്ങണമെന്ന രീതിയിലായിരുന്നു ഇറങ്ങിയത്. ടൈറ്റിൽ അടിച്ചു. മമ്മി എനിക്ക് ജിമ്മിന് പോകണമെന്ന് പറഞ്ഞ മമ്മിയും പപ്പയൊക്കെ എന്തോ പറഞ്ഞു? പപ്പ അമ്മ സപ്പോർട്ടായിരുന്നു. ഭയങ്കര ഇഷ്ടം പപ്പയ്ക്കൊക്കെയത്. പപ്പ കരാട്ടെ മാഷാണ്. പപ്പ കരാട്ടെ മാഷാണ്. അമ്മ സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ഒക്കെ. നിങ്ങളൊരു സ്പോർട്സ് കുടുംബമാണ്. അതെ. അനിയത്തി എന്ത് ചെയ്യുന്നു? അനിയത്തി 7ൽ പഠിക്കുന്നു. അവള് ജിമ്മിന് വരുന്നുണ്ടോ? അവള് ജിമ്മിൽ വരുന്നുണ്ട്. ഈ സ്കൂളിൽ ടീച്ചർമാർക്കൊക്കെ എങ്ങനെയാ? ടീച്ചർമാർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. സ്പോർട്സിലൊക്കെ ആയതുകൊണ്ട് വെയിറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ പോയപ്പോഴും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. ഫാമിലിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മയെന്ന് വിളിക്കാം. അമ്മ ഇങ്ങോട്ട് വന്നു. പേര്? എൻ്റെ പേര് സിനി. സിനി. മോക്ക് ഇങ്ങനൊരു ഒന്നാം സമ്മാനമൊക്കെ നേടിയപ്പം എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമൊക്കെ ഞാൻ കുറച്ചൊക്കെ ഇതിലോട്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇതെല്ലാം മനസ്സിലായപ്പോൾ ഞാൻ അവളോടൊപ്പം ഇപ്പം ജിമ്മിൽ പോകുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അച്ഛന് ഭയങ്കര സന്തോഷം. ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. കാരണം കുട്ടികളെ ഇങ്ങനെ ഈ ഒന്നാം സ്ഥാനം കിട്ടുന്നുള്ള പ്രതീക്ഷ വല്ലതും ഉണ്ടായിരുന്നോ? ഇവള് മോളെ ഏതൊരു കാര്യത്തിന് പോയാലും അവൾ വിൻ ചെയ്തോണ്ടേ വരത്തുള്ളൂ. പഠിക്കാൻ കുഴപ്പമില്ല, അത്യാവശ്യം പഠിക്കുന്നുണ്ട്. അലീന പിന്നെ വിൻ ചെയ്യൂന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അലീനയ്ക്ക് ഉണ്ടായിരുന്നോ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ഫസ്റ്റ് ടൈം ആയപ്പോൾ പിന്നെ ഈ കോൺഫിഡൻസ്, പിന്നെ സ്റ്റേജിൽ കയറുമ്പോൾ ഫിയർ ഒക്കെ എനിക്ക് നല്ലോണം ഉണ്ടായത്. പക്ഷെ കയറിയപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പോസ് ചെയ്യുന്നതിനൊക്കെ അനുസരിച്ചല്ലേ ഇതിന്റെ മാർക്ക് വീടുന്നത്? പോസിങ്ങിനാണ് മാർക്ക്. പിന്നെ പോസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുവാന്നുള്ളതാണ്. അതാണ് മെയിൻ. പോസിങ്ങിന് കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? വെയിറ്റ് ആണോ അതോ ഏജ് ആണോ? ഏജും വെയിറ്റും ഒന്നും ഇല്ല. വുമൻസിന് അങ്ങനൊന്നും ഇല്ല. ആർക്ക് വേണേലും ഇറങ്ങാം. അങ്ങനെ ഏത് പ്രായത്തിലുള്ളവർക്ക് ഇപ്പൊ അങ്ങനായിരുന്നു? ഇതിന്റെ ഒരു കാറ്റഗറി അങ്ങനായിരുന്നു, ആർക്ക് വേണമെങ്കിലും ഇറങ്ങായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു ഈ മത്സരത്തിന്? അത്യാവശ്യം 3 പേരുണ്ടായിരുന്നു. ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാറുണ്ട്? ഡയറ്റ് ഒക്കെ അത്യാവശ്യം ഞാൻ നല്ല വൃത്തി കൺട്രോൾ ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ ഇറങ്ങിയത്. എന്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇട്ടിട്ടാണ് കോമ്പറ്റീഷൻ ഇറങ്ങിയത്. നേരത്തെ ഇങ്ങനെ ഇതേ ബോഡി ആയിരുന്നു? ഓവർ വണ്ണമായിരുന്നു എനിക്ക്. വണ്ണം ഉണ്ടായിരുന്നു. ആ ശരി. അതിൽ നിന്നൊക്കെയാണ് ഈ ഒരു ഷേപ്പിലേക്ക് വന്നത്. ജിമ്മിൽ പോയി കഴിഞ്ഞപ്പം ശരീര സൗന്ദര്യം കൂടിയൊന്നുമില്ല, ചിന്ത വല്ലതും ഉണ്ടോ? ഫിറ്റായി, ആക്ട് ഒക്കെ പോയി, ഇച്ചിരി മസ്കുലാരിറ്റി വന്നു. അത് ഇപ്പൊ +2 ജസ്റ്റ് ഒന്ന് പാസ്സാവണം, പിന്നെ കോളേജിൽ കയറണം, വെയിറ്റ് ലിഫ്റ്റിങ്. പിന്നെ അടുത്ത വർഷം ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനും വെയിറ്റ് ലിഫ്റ്റിംഗ് ഇറങ്ങുന്നുണ്ട്. ഈ വർഷം പിന്നെ ജനുവരിയിൽ വെയിറ്റ് ലിഫ്റ്റിങ്ങിന്റെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, അതിനും ഇറങ്ങുന്നുണ്ട്. ആളുകൾ പറയുന്നേക്കാം എഗ്ഗ് കഴിക്കുമ്പം അതിന്റെ മഞ്ഞക്കരു കളഞ്ഞിട്ട് വൈറ്റ് മാത്രമാണ് കഴിക്കുന്നതെന്നൊക്കെ പറയുന്നത്. അങ്ങനെ വല്ലതും ഉണ്ടോ? യെല്ലോയ്ക്കകത്ത് ഫാറ്റ് ഉണ്ട്, വൈറ്റിനകത്ത് ഫാറ്റേ ഇല്ല. രണ്ടും കൂടെ കഴിക്കുന്നതാണ് നല്ലത്. റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന ഒരു മെമ്പറാണ്. അതെ. ചേച്ചിയുടെ പേര് എങ്ങനെയാണ്? എൻ്റെ പേര് ബീന സോമൻ. ജയിക്കൂ? ജയിക്കണം. നിങ്ങളെ ഈ മോളെ എങ്ങനെ അറിയാം? മോൾ എൻ്റെ അയൽവാസിയാണ്. കുഞ്ഞിലേ മുതല് എനിക്ക് അവളെ നല്ലവണ്ണം അറിയാം. അവള് വളരെ മിടുക്കി ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്. ജിമ്മിലും കരാട്ടെ
ഇതിലെല്ലാം പോകുന്ന എന്ത് കാര്യത്തിനും അവള് റെഡിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡൊക്കെ അവളെ എപ്പോഴും പറയും, അവിടെ അടുക്ക നിന്നാൽ നമുക്ക് 2 ഗുമ്മ കിട്ടുമെന്നൊക്കെ. അത്രയ്ക്ക് അവള് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെണ്ണാണ്. അലീനയുടെ അനിയത്തി ഇവിടെ ഉണ്ട്, ഇങ്ങോട്ടൊന്ന്. ഇയാളും ജിമ്മാണോ? എന്താ പേരെങ്ങനെ? അനാമിക. അനാമിക. എത്രല്ല പഠിക്കുന്നത്? 7 +2 അല്ലേ? ഒരു സ്കൂളിലാണോ? 2 അല്ല, 2 ജിമ്മിന് പ്രാക്ടീസിന് വന്നേ? സെയിം. ചേച്ചിയുടെ കൂട്ടൊക്കെ ബോഡി ബിൽഡിങ്ങിനും വെയിറ്റ് ലിഫ്റ്റിനൊക്കെ കയറണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഇതുവരെ എവിടെങ്കിലും ഇറങ്ങിയോ? ഇല്ല. എത്ര കൊല്ലമായി ചേച്ചിയുടെ കൂടെ? അന്നേ പോയി തുടങ്ങിയോ? അല്ല, ഞാൻ ചേച്ചി പോയി കഴിഞ്ഞ് കുറേ മാസം കഴിഞ്ഞിട്ടാ ഞാനും പോയി. ഇപ്പൊ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടപ്പം എനിക്കൊന്ന് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നിട്ട് എന്നാ ചേച്ചി വിളിച്ചോണ്ട് പോയാണോ? ചേച്ചി ആദ്യം ഒന്ന് വിളിച്ചായിരുന്നു, പിന്നെ എനിക്ക് ആഗ്രഹം. ചേച്ചി വിളിച്ചപ്പോ നമ്മൾ പോയില്ല. അങ്ങനെ വിളിച്ച ഉടനെ പോകുന്നത് ശരിയല്ലല്ലോ. അല്ല, അമ്മ വിട്ടില്ല. അമ്മയുടെ വല്ല കുഴപ്പമോ? പിന്നാണെങ്കിൽ ഏതോ ഒരു സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആണല്ലേ? മഹിമ വിശ്വകർമ്മ ഐക്യസമിതിയിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. വൈസ് പ്രസിഡന്റ്. ചേച്ചിയുടെ കൂടെ വേറൊരു സംഘടന പ്രവർത്തകയും ഉണ്ട്. എന്താണ് പേര്? എൻ്റെ പേര് രജനി അടൂർ. അലീനെ അറിയാമോ? അലീനെ അറിയാം. അലീനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു വിശ്വകർമ്മ സമുദായ കൂട്ടായ്മയിലൂടെ വന്നാണ്. അപ്പോൾ ആ കൂട്ടായ്മയുടെ പേര് മഹിമ വിശ്വകർമ്മ ഐക്യസമിതി. 2025 രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയാണ്. തീർച്ചയായിട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മഹിമ വിശ്വകർമ്മ ഐക്യസമിതി എന്ന സംഘടനയുടെ. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അന്ന് ഞങ്ങളുടെ സംഘടന വഴി ഇദ്ദേഹത്തിനൊരു മൊമെൻ്റോ ഒക്കെ ഞങ്ങൾ കൊടുത്തു. അന്ന് കരോട്ട ചാമ്പ്യൻഷിപ്പിൽ അതെ, തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിനൊരു ചെറിയ സ്വീകരണം കൊടുക്കണമെന്നൊക്കെയുള്ള തീരുമാനം. പിന്നെ വാർഷിക പൊതുയോഗത്തിൽ ഞങ്ങൾ അവിടെ വെച്ച് ഇദ്ദേഹത്തെ സ്വീകരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ പ്രോഗ്രാമിനൊക്കെ എത്താറുണ്ട്. തീർച്ചയായിട്ടും പ്രോഗ്രാമിന് എത്താറുണ്ട്. അതെ, തീർച്ചയായിട്ടും. സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അതെ, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം ഈ ഒരു കൂട്ടായ്മയിലൂടെ ഒക്കെ വന്ന് ഇങ്ങനെ ഒരു നമ്മുടെ സമുദായത്തിലെ ഒരു കുട്ടി ഇത്രയും വലിയൊരു പ്രശംസ നേടുക എന്ന് പറയുമ്പോൾ ഈ സംഘടനയ്ക്കും അതോടൊപ്പം തന്നെ അവരുടെ നാടിനും എല്ലാവർക്കും അതെ, തീർച്ചയായിട്ടും അതെ, ഒരുപാട് അഭിമാനം. തുടർന്നും വലിയൊരു വൻ വിജയത്തിലോട്ട് എത്തട്ടെ, ഉന്നത വിജയം കരസ്ഥമാക്കട്ടെ, ആത്മാർത്ഥതയോടെ. ഓക്കെ, താങ്ക് യു. ഞാൻ ഇത് സംഘടനയുടെ കാര്യം പറയാൻ കാരണം ഞാൻ സംഘടനയാണ് എന്നെ വിളിച്ച് ഇവിടെ വന്ന് അലീനെ കാണാൻ പറ്റിയത്. അത് എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇതേപോലെ ഇപ്പോഴത്തെ തലമുറകൾ നശിച്ചു പോകുന്ന സമയങ്ങളിൽ മക്കളുമാരെന്താവുന്നു, അതാണ് പേരൻസിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. മക്കളുമാർ നശിച്ചു പോകാൻ ഒരു മാതാപിതാക്കൾക്കും താല്പര്യം കാണത്തില്ല. അന്നേരം അങ്ങനെയുള്ള മക്കളെ കിട്ടുന്ന തന്നെ പേരൻസിനുള്ള ഒരു വലിയ സൗഭാഗ്യമാണ്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ഗുഡ് ബൈ.